Hello my dear students, welcome to Eagle Learning. നമ്മുടെ പ്ലസ് വൺ ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഫുൾ കൺസെപ്റ്റ് നമുക്ക് കൃത്യം അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ സെന്റർ ഓഫ് മാസ്? എന്താണ് സെന്റർ ഓഫ് മാസ് എന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയുടെ മാസ് മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തോന്നിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ആണെങ്കിലോ, ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ആണെങ്കിലോ, അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തോന്നിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ സെന്റർ ഓഫ് മാസ്? 1 മാർക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് ആൻസർ എഴുതുക? സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ്, സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് where the whole mass of the body, where whole mass of the body അല്ലെങ്കിൽ എന്താണ് ബോഡി, ഓർ സെന്റർ ഓഫ് ഓർ എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്താണ് അതിനെ മൊത്തം വെയിറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മാസ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എന്താണ് മാസ് ഓഫ് ദി ബോഡി ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് considered to be concentrated, considered to be concentrated. ഓക്കെ, കൺസിഡേർഡ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം. അവിടെ ആക്ച്വലി അവിടെ എന്താണ് അതിനെല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടില്ല, ബട്ട് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഇമാജിൻ ചെയ്യപ്പെടുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ഒരു ബോഡിയുടെ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസ് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ റൊട്ടേഷണൽ അനലോഗ് നമുക്കറിയാം, അതെന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആംഗുലാർ വെലോസിറ്റി. Okay, angular velocity denoted by the letter omega. Okay, കറക്കത്തിന്റെ സ്പീഡിനെയാണ് ആക്ച്വലി നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആംഗുലാർ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫാൻ ഒക്കെ നല്ല സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് അതിന് ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. ദെൻ ഫാനിന്റെ സ്പീഡ് കുറയാണെങ്കിൽ എന്താണ് അതിന് ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താക്കാം, അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി ആംഗുലാർ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി? ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടൈം എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും വരിക? ഇതൊക്കെ 1 മാർക്കിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, സോ SI യൂണിറ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഇതിന്റെ റേഡിയൻ. തീറ്റ ആവുന്ന സമയത്ത് ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് വരിക, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഈ 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ദെൻ ഇനി ഇതിന്റെ റിലേഷൻ ബിറ്റ്വീൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി, റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സ്കെയിലാർ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് V ഈക്വൽ ടു R ഒമേഗ. ഓക്കെ, അതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ V ഈസ് ഈക്വൽ ടു വെക്ടർ V ഈസ് ഈക്വൽ ടു വെക്ടർ ഒമേഗ ക്രോസ് എന്താണ് R ആണ് കേട്ടോ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, മറന്നു പോവാതെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, യെസ്. Moving on to the next question, the rotational analog of acceleration. ആക്സിലറേഷന്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ആൽഫയുടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ്, ആക്സലറേഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരിക്കും. ഇവിടെ ആവുന്ന സമയത്ത് വെലോസിറ്റിന് പകരം എന്ത് കൊടുത്താൽ മതി? ആംഗുലാർ വെലോസിറ്റി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഇതാണ് ആൽഫയുടെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഈ 2 ഇക്വേഷനും കൃത്യമായിട്ട് എന്താക്കണം, മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ഓൾ റൈറ്റ്. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഈസ് ആൽഫേൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗയുടേത്. ബൈ ഡി ടി എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് 1 സെക്കൻഡും കൂടി ഡിവൈഡ് ബൈ വരും. അപ്പം റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ റേഡിയൻ സെക്കൻഡ് റേസ് ടു -2 എന്ന് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആംഗുലാർ ആക്സലറേഷന്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ acceleration and എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ, ആക്സിലറേഷൻ ആൻഡ്
ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആംഗുലാർ ആക്സിലറേഷൻ ക്രോസ് എന്താണ്? ആർ ആണ്. ഓക്കെ, ഒമേഗ ക്രോസ് ആർ എന്ന് വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എന്താണ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആൽഫ ക്രോസ് ആർ എന്നുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ എന്താക്കേണ്ടത് ഇവിടെ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കേണ്ടത് ഉപയോഗിക്കേണ്ടത്. റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rotational analog of mass is, it's a very important question. Mass in the rotational analog എന്ന് പറയുന്നത് it is nothing but moment of inertia. Moment of inertia denote ചെയ്യുന്ന ലെറ്റർ എന്താണ്? I ആണ്. ഓക്കെ, സോ moment of inertia. Moment of inertia ഇക്വേഷൻ എന്താണ്? I is equal to mk square ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ആ k നെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, radius of gyration. All right, any ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാനുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, മാസ് ഉണ്ട്, അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉണ്ട്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒരു വസ്തു തിരിയുന്ന സമയത്ത് വസ്തുവിന് പല രീതിയിൽ എന്താക്കാൻ പറ്റും? കറങ്ങാൻ പറ്റും. അങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താണ്? അതിന്റെ മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ പറഞ്ഞത് എന്താണ്? മാസ് ഓഫ് ദി ബോഡിയാണ്. രണ്ടാമത്തത് അതെങ്ങനെ കറങ്ങുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. മൂന്നാമത്തത് ഒരേ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് മാറിക്കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. നിങ്ങൾക്കറിയാം, ഞാനിതാ ഇങ്ങനെ കൈ അടുപ്പിച്ച് നിന്ന് കറങ്ങുന്നതും അതേപോലെ തന്നെ കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കറങ്ങുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ വ്യത്യാസമുണ്ട്. സോ എന്താണ്? മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അങ്ങനെ ഒരുപാട് മാറുന്ന സമയത്ത് എന്താണ്? ആ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് എന്ത് വരും? മാറ്റം വരും. സോ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് mass around the axis of rotation. ഓക്കെ, സാധാരണയായിട്ട് ഇത് ഒരു മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് 3 പോയിന്റ് അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആംഗുലാർ മൊമെന്റം. എന്താണ്? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? വെക്ടർ എൽ ആണ്. സ്മോൾ എല്ലും ക്യാപിറ്റൽ എല്ലും രണ്ടും ഉപയോഗിക്കാം. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ഒമേഗയാണ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടി? നമ്മുടെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ഇക്വേഷൻ എഴുതാറുള്ളത്? പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്നാണ് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള രീതിയിലാണ് എഴുതാറുള്ളത്. ഇവിടെ ആ മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ കൊടുക്കുക, വെലോസിറ്റിക്ക് പകരം എന്ത് കൊടുക്കുക? ഒമേഗ കൊടുക്കുക. അങ്ങനെയാവുന്ന സമയത്ത് എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഇതിന് എസ് ഐ യൂണിറ്റ്. ഓക്കെ, എസ് ഐ യൂണിറ്റ്. SI unit is കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ നമ്മുടെ ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലാർ മൊമെന്റം, പിയും എല്ലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം അത് എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് പി ആണ്. ഓക്കെ, ആർ ക്രോസ് പി ആണ്. ഓക്കെ, ലീനിയർ മൊമെന്റത്തിനെയും ആംഗുലാർ മൊമെന്റത്തിനെയും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് എന്താക്കുന്നത്? റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, അതും ഒക്കെ 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ദെൻ അടുത്തത് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതെന്താണ്? ടോർക്ക് ആണ്. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ്, എഫ് ഇസ് ഈക്വൽ ടു എം എ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാസ് ഇൻറ്റു ആക്സലേഷൻ ആണ്. സോ മാസിന് പകരമായിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് കൊടുക്കുക. ആക്സലേഷന് പകരമായിട്ട് എന്ത് കൊടുക്കുക? ആൽഫ എന്ന് കൊടുക്കുക. സോ ടോ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഐ ആൽഫ എന്ന് വരും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടോർക്ക്. ഓക്കെ, ദെൻ ഇതിന്റെ SI യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ എന്നുള്ള രീതിയിലാണ് അതിന്റെ SI യൂണിറ്റ് വരിക. ഓക്കെ, ഇനി ഇതിന്റെ റിലേഷൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ടോർക്ക്. ടോർക്കും അതിന്റെ റൊട്ടേഷൻ അലോഗ് ആയിട്ടുള്ള ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വെക്ടർ സൈൻ കൊടുക്കാം. അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്?
ആർ ക്രോസ് എന്താണ് എഫ് ആണ്. ഇവിടെ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറയുന്ന മാതിരി ഇവിടെ എന്താണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എന്തായിരിക്കും എഫ് ആയിരിക്കും. ഓക്കെ, അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. റെഡി? ഓക്കെ, ഇനി അടുത്തത് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ടോർക്ക് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ് ഡിഫൈൻ ടോർക്ക്? ടോർക്കിനെ എന്താക്കണം, ഒന്ന് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ടോർക്കിനെ ഡിഫൈൻ ചെയ്യും? ഈ ഇക്വേഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാം. ആർ ക്രോസ് എഫ്. ഓക്കെ, സോ ഫോഴ്സും എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോർക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്, ഫോഴ്സും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ടോർക്ക് കിട്ടും. സോ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ, ഇതിന്റെ ആൻസർ ആണ്, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ്, product of force and the perpendicular distance between and the perpendicular distance between and the perpendicular distance from the point of contact, from the point of application, point of contact no, point of application no പറയാം. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്. point of application to the axis of rotation, to the axis of rotation. Okay, ഇങ്ങനെ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അതിൻ്റെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം ഡോറൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് എന്തിനാണ് ആ ഹിഞ്ചിന്റെ തൊട്ടടുത്ത് പോയി തുറക്കാണ്ട് നമ്മൾ ഡോറിന്റെ മറ്റേ അറ്റത്ത് പോയി തുറക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? ഓക്കെ, നമുക്കറിയാം എന്താണ്, ഡോറ് തുറക്കുന്ന സമയത്ത് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിഞ്ചിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബട്ട് അതിൽ നിന്ന് കുറേ ഏറ്റവും അകലത്തിലുള്ള പോയിന്റിലാണ് നമ്മൾ എന്താക്കിയത്, ഡോറ് തുറക്കാനുള്ള ഹാൻഡിൽ വെക്കുന്നത്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്താണ്, ടോർക്ക് അവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് എഫ് ആണ് അല്ലെ. ടോർക്ക് ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, സോ ആർ കൂടി കഴിഞ്ഞാലും എന്ത് കൂടുന്നുണ്ട്, ടോർക്ക് കൂടുന്നുണ്ട്. സോ സെയിം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, കൂടുതൽ ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, വാതിലിന്റെ ഹാൻഡിൽ എവിടെ വെക്കുന്നത്, ഒരറ്റത്ത് വെക്കുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളത്, നമ്മൾ ലാഡറിന്റെ മുകളിൽ നിന്ന് വീഴാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണ്? നമ്മളൊരു കോണി, ഒരു സ്ഥലത്ത് കോണി ചാരി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറാന്ന് വിചാരിച്ചാൽ നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്താണ് വീഴാനുള്ള പ്രോബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ലാഡറിന് മുകളിലേക്ക് പോകുന്നതോറും എന്താണ്, ആ ലാഡറിന് മറിഞ്ഞ് വീഴുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് അവിടുത്തെ ടോർക്ക് കൂടാനും നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, സോ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നിരുന്നാലും എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നേരത്തെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ നമ്മൾ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. എം കെ സ്ക്വയർ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ആണെങ്കിൽ ആ കെനെ വിളിക്കുന്നതാണ് എന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഒന്ന് വായിച്ചു നോക്കാം. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് മാസ് മോയിൻ ഹൂസ് മാസ് ഇസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ഹോൾ ബോഡി ആൻഡ് ഹൂസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദി ഇനേഷ്യ ഇസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് ദി ആക്സിസ്. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് നിങ്ങൾ എന്താക്കണം, സമയം ചിലവാക്കി പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണിത്. ഞാൻ സിമ്പിളായിട്ട് ഇതിനെ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇങ്ങനെയാണ്. ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് എം കെ സ്ക്വയർ ആണെങ്കിൽ then k is the എന്താണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇങ്ങനെ എഴുതിയാലും മതി. ഓൾറൈറ്റ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എം കെ സ്ക്വയർ ആണെങ്കിൽ ആ കെനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒരു മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് എഴുതിയാൽ മതി. സിമ്പിൾ ആണ്. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വലിയ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ പഠിക്കേണ്ടവർക്ക് പഠിക്കാം എന്നുള്ളത് കൊണ്ടാണ് എന്താക്കിയത്, ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തത്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കാം, ഇതിന്റെ ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു മക്കളെ എം കെ സ്ക്വയർ അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് കെ ഈസ് ഈക്വൽ ടു എന്ത് വരും, കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ബൈ എം എന്ന് വരും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം എന്ന് വന്നു. ഓക്കെ, this is it, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണണം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിഫറെൻറ്റ് ഷേപ്പുകൾ, ഒരു 8 ഷേപ്പുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഈ 8 ഷേപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താക്കിയിട്ടുണ്ട്, അവിടെ ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഓരോന്നും ഞാൻ പറയുന്നില്ല. ഈ
വാല്യൂസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതും ഇതിന് ശേഷമുള്ള ബാക്കി 4 എണ്ണം. ഓക്കെ, ഇത് കൃത്യമായിട്ട് എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. യെസ്, നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, ഇതിന് ഓരോന്നിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒന്ന് വേഗം കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, സോ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. താഴെ തന്നിരിക്കുന്നതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് കാണാൻ പറയുന്നത്. സോ ഇതിൻ്റെ ആണെങ്കിൽ k √i/m വരുന്ന സമയത്ത് റൂട്ടിനകത്ത് i എന്ന് പറഞ്ഞാൽ എന്താണ്, m r² ആണ്, ബൈ m എന്ന് പറയുന്ന സമയത്ത് m കട്ടായിട്ട് √r² എന്ന് പറയുമ്പോൾ r എന്ന് കിട്ടി, കഴിഞ്ഞു. ഓക്കെ, അടുത്തത് k എന്താണ്, √mr²/2 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ m വരുന്ന സമയത്ത് എന്താണ്, m കട്ടായി r² റൂട്ടിനെ പുറത്തെത്തി. സോ r ബൈ എന്ത് വരും, √2 എന്ന് വരും, കഴിഞ്ഞു. ഓക്കെ, അടുത്തത് k എന്താണ്, √ml²/12 ആണ്, ഡിവൈഡഡ് ബൈ m കൊടുക്കുന്ന സമയത്ത് m കട്ടായിട്ട് l² റൂട്ടിന്റെ പുറത്തേക്ക് വന്നു. സോ l/√12. ഓക്കെ, അടുത്തതാണെങ്കിലോ k mr²/2 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. ഇവിടെ ചെയ്താണ് mr²/2 കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്, r/√2 ആണ്. സോ ഇവിടെയും എന്ത് കിട്ടി, r/√2 എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് mr²/4 ആണ്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ k √mr²/4 ഡിവൈഡഡ് ബൈ m എന്ന് വന്നു. m കട്ടായി, r² 4 എന്താണ്, പെർഫെക്റ്റ് റൂട്ടുള്ള സാധനങ്ങളാണ്. സോ പുറത്തെടുക്കുന്ന സമയത്ത് r/2 എന്ന് കിട്ടും. ദെൻ അടുത്തത് k √mr²/m എന്ന് വരും. m കട്ടായിട്ട് നമുക്ക് വീണ്ടും എന്ത് കിട്ടും, r എന്ന് കിട്ടും. ദെൻ mr²/2 നേരത്തെ നമ്മൾ ചെയ്തല്ലേ, mr²/2 എന്ത് വരും, r/√2 എന്നാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ വരിക. സോ r/√2 വന്നു. ദെൻ അടുത്തത് ലാസ്റ്റത്തെ എന്താണ്, നമ്മുടെ ഒരു സോളിഡ് സ്ഫിയർ, അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനാണ്. k √2/5 mr² എന്നാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ബൈ മാസ് എന്ന് ചെയ്യുന്ന സമയത്ത് മാസും കട്ടായിട്ട് r² 6 പുറത്തേക്ക് എത്തും. √2/5 എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവും, √2/5 ഇൻറ്റു r എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കാം, ഇതെല്ലാത്തിനെയും കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ഫോഴ്സ്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ള 2 ഡെറിവേഷൻസ് ആണ്, ഒരേപോലുള്ള 2 ഡെറിവേഷൻ ആണ്. ഒന്ന് ഇതും അതിനുശേഷം വരുന്ന റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റ് എന്നുള്ള ഡെറിവേഷൻ. ഇത് രണ്ടും എന്താണ്, ഒരേപോലെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അവസാനത്തെ ഒരു സ്റ്റെപ്പ് മാത്രം എന്താക്കിയാൽ മതി, മാറ്റിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കാം ഇത് എങ്ങനെ ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലിൻ്റെ ഇക്വേഷൻ എടുക്കാം. L എന്താണ്, L r× എന്താണ്, p ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് dl/dt d/dt ഓഫ് r × p എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഡിഫറൻസിയേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ 2 ഫംഗ്ഷൻ ഇവിടെ എടുത്തു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, dl/dt എന്ന് അങ്ങനെ എഴുതുക. എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് r ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ dp/ എന്ത് വരും, dt വരും. പ്ലസ് എന്താണ്, സെക്കൻഡ് ഫംഗ്ഷൻ p ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് dr/dt എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, യെസ്, ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ നടുവിലും കൊടുത്തു. ഓക്കെ, ദെൻ അടുത്ത കേസിൽ എന്താണ്, dp/dt എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഈ dp/dt എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ്. ഓക്കെ, സോ അങ്ങനെ ആവുന്ന സമയത്ത് r ക്രോസ് എന്തെന്ന് കിട്ടി, f എന്ന് ഇവിടെ കിട്ടി, പ്ലസ് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, mv എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ മാറ്റി എഴുതി. ക്രോസ് dr/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് വെലോസിറ്റി ആണ്. ഓക്കെ, സോ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താണ്, v ക്രോസ് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 0. ഓക്കെ, ഒരേ സാധനം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതെന്താ ഇപ്പം 0 ആയിപ്പോൾ. a ക്രോസ് a, b ക്രോസ് b, c ക്രോസ് c ഇതൊക്കെ എന്താണ്, 0 ആണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് ദിസ് ബിക്കം 0. So we got dl/dt is equal to എന്താണ്, r cross f എന്ന് കിട്ടി. ഓക്കെ, ഇനി കൊടുക്കേണ്ട കാര്യമാണ് നമ്മൾ എന്താക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ദിസ് ഈസ് ആർ ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ എടുത്തു. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ഫോഴ്സ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളോട് ചോദിക്കുന്നത്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഫോഴ്സ് ഓൾറെഡി നമുക്ക് ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇപ്പുറത്ത് എന്ത് കിട്ടണം, ടോർക്ക് കിട്ടണം. dl/dt എന്ന് പറഞ്ഞാൽ എന്താണ്, ടോർക്കാണ്. സോ വി ഹാവ്
dl/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടോർക്ക്. സോ ഇക്വേഷൻ നമ്പർ 1 ബിക്കം എങ്ങനെ വരും? ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എഫ് എന്ന് വരും. ചിലപ്പോൾ നിങ്ങളോട് ഈ ചോദ്യത്തിന് പകരം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. അതായത് നമ്മൾ ഈ എഴുതിയ ചോദ്യത്തിന് പകരം ചിലപ്പോൾ എങ്ങനെ ചോദിക്കും? ഡിറൈവ് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എഫ് ഫ്രം എവിടെ നിന്നാണ്? എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അതിൽ നിന്ന് എന്താണ് മറ്റേത് തെളിയിക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇതേ സംഭവം തന്നെ ചിലപ്പോൾ നിങ്ങളോട് എങ്ങനെ ചോദിക്കാമെന്ന് അറിയാം? ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റ്. ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടും നമ്മളോട് എന്താക്കാം? ഇത് ചോദിക്കാം. അപ്പോൾ ദാ ഇത്രയും കാര്യങ്ങൾ അത് തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിനെ നേരെ അങ്ങോട്ടും എടുക്കുന്നു. ഓക്കെ, നേരെ എടുത്തിട്ട് ഇവിടെ വെക്കുന്നു. യെസ്, ഇതൊക്കെ എങ്ങനെ പോയി? ഇനി 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 അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചത്? ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലാണ്. ടോർക്കും എന്താണ്? ആംഗുലാർ മൊമെന്റവും തമ്മിലാണ്. സോ അങ്ങനെ ആകുന്ന സമയത്ത് എന്താണ് വരിക? dl/dt എന്നുള്ളത് അങ്ങനെ വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആംഗുലാർ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോർക്കാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഹിയർ ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? ടോർക്ക് എന്ന് വന്നു. ഓക്കെ, നൗ ഇക്വേഷൻ നമ്പർ 1 become dl/dt is equal to എന്താണ്? ടോർക്ക്. ഓൾ റൈറ്റ്. ഓക്കെ, ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ 2 ഡെറിവേഷൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതിൻ്റെ എൻഡിങ് മാത്രം എന്താക്കിയാൽ മതി? ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, മറ്റേതാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ ടോർക്ക് of the force F is equal to I minus 4j plus 3k acting at a point R is equal to 2I plus 3j plus 4k about the origin. Okay. Yes, നമുക്ക് എന്താക്കണം? ടോർക്ക് കാണണം അല്ലേ? ഓക്കെ, സോ we got torque is equal to എന്താണ്? R cross എന്താണ്? F ആണ്. ഇത് രണ്ട് ഇതേപോലത്തെ എന്താണ്? വെക്റ്റർ ഇക്വേഷൻസ് ആയിട്ട് വരുന്ന സമയത്ത്, വെക്റ്റർ കമ്പോണൻസോ വെച്ചിട്ടുള്ള ഇക്വേഷൻ, IJK കമ്പോണൻസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ഇത് തന്നെ എന്ത് വെച്ചിട്ടും വരാറുണ്ട്? L is equal to R cross P എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, മൊമെന്റ് ഓഫ് ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. അത് വെച്ചിട്ട് എന്താക്കാറുണ്ട്? അതിലും എന്താണ്? ഈ ഒരു വെക്ടേഴ്സ് തരും, എന്നിട്ട് എന്താക്കും? അതിൽ ക്രോസ് പ്രോഡക്റ്റ് കാണുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഓക്കെ, സോ അതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്തത്. അങ്ങനെ ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വെക്ടർ പ്രോഡക്റ്റ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിന് ഡിറ്റർമിനൻ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഡിറ്റർമിനൻ്റ് മെത്തേഡിൽ ആദ്യത്തെ കോളത്തിൽ എന്തായിരിക്കും? IJK ആയിരിക്കും. ആദ്യത്തെ റോയിലാണ് IJK എന്ന് പറയുന്നത്. രണ്ടാമത്തെ റോയിൽ എന്താണ്? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും, പിന്നെ ഉള്ള ടേമിൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും മൂന്നാമത്തെ റോയിൽ ഉണ്ടാവുക. അങ്ങനെ ആവുന്ന സമയത്ത് നോക്ക്. ഓക്കെ, ഇതിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ കോയിഫിഷ്യൻ, ഇതാ ഇവിടെയാണ് തന്നത്. ആറിൻ്റെ കോയിഫിഷ്യൻ 2, 3, 4. ഓക്കെ, 2, 3, 4 എന്ന് കിട്ടും. ഓക്കെ, സോ 2, 3, 4. ഓക്കെ, പിന്നെ ഐൻ്റെ എഫിൻ്റെ ആർ ക്രോസ് എഫ് എന്നല്ലേ? ഓക്കെ, സോ അങ്ങനെയാവുന്ന സമയത്ത് എഫിൻ്റെ കോയിഫിഷ്യൻസ് എന്താണ്? 1, -4, 3. 1, -4, 3. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ I ഇൻറ്റു 3 × 3 -4 × -4 എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് 3 × 3 9 ആണ്. മൈനസ് പ്ലസ് ആയി, പ്ലസ് 16 എന്ന് വന്നു. ഓക്കെ, -j ഇൻറ്റു j കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് -j നമ്മൾ എടുക്കണം തുടക്കത്തിൽ തന്നെ. ഓക്കെ, ദെൻ പിന്നെ 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. -4 × 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്ലസ് k ഇൻറ്റു കെൻ്റെ റോയും കോളം അവിടെ വെച്ചിട്ട് ഇതിനെന്താക്കി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 × -4 എന്ന് പറഞ്ഞാൽ എന്താണ്? -8 ആണ്. മൈനസ് 1 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -3. 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓൾറെഡി അവിടെ മൈനസ് വന്നതുകൊണ്ട് -3 എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് എഴുതുന്ന സമയത്ത് എന്ത് വരും? 25I - 2j - 11k എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്താക്കുക? 1, 2 വേറെ വെക്ടേഴ്സ് നമ്പേഴ്സ് മാറ്റി കൊടുത്തിട്ട് എന്താക്കുക? ഈ മെത്തേഡ് എന്താക്കുക? ഒന്ന് ചെയ്ത് പരിശീലിക്കുക എന്നുള്ളതാണ്. അടുത്തത്, സ്റ്റേറ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നതാണ്. അതിനെ നേരെ എന്താക്കിയാൽ മതി? റൊട്ടേഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, സോ if there is no external torque acting on a body
if there is no external torque acting on a body, ഒരു ബോഡീന്റെ മുകളിൽ എക്സ്റ്റേണലി ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണ് 0 ആണെങ്കിൽ അതിന്റെ എന്താണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും കൺസേർവ്ഡ് ആയിരിക്കും. then its total angular momentum is conserved എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതെങ്ങനെ എഴുതാം? ഇഫ് ടോ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽ ടു ഐ ഒമേഗ ആയിരിക്കുമല്ലോ. സോ ഐ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും? എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസ്, ഒന്നിത് എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എഴുതാം. അതേപോലെ തന്നെ ഒന്ന് ഇത്. Okay, I omega is equal to constant. Okay, then last question അല്ല last രണ്ട് ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, യെസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ട് ആംഗുലാർ മൊമെന്റം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പല രീതിയിൽ ചോദിക്കാറുണ്ട്. ബാലെ ഡാൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എടുത്തത്. ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് ബാലെ ഡാൻസർ വാരി വെൻ ഔട്ട്സ്ട്രെച്ചിങ് ഹിസ് ആർംസ് ആൻഡ് ലെഗ്സ്? ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഫോൾഡിങ് ഹിസ് ആർംസ് ആൻഡ് ലെഗ്സ്. ഓക്കെ, ഒരു ബാലെ ഡാൻസർ ഡാൻസ് കളിക്കുന്ന രണ്ട് ഫോട്ടോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റിൽ എന്താണ്? അയാളുടെ കൈയും കാലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്താക്കുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, യെസ് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഐ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഐ ഒമേഗ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ എ എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്? അയാളുടെ കറക്കത്തിന്റെ ആക്സിസ് എന്നുള്ള മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുന്നു. ഓക്കെ, അതായത് റേഡിയസ് കൂടുന്നു. റേഡിയസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താക്കുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ ഐ ഇൻക്രീസസ് ആണ്. ഓക്കെ, ഐ ഇൻക്രീസസ്. ഐ കൂടുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഐ കൂടുന്ന സമയത്ത് അത്രത്തോളം ഒമേഗ കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടൂല. ഓക്കെ, സോ ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഐ കൂടി കഴിഞ്ഞാൽ ഐ ഇൻക്രീസസ് ആൻഡ് ഒമേഗ എന്താണ്? കുറയാണ് ചെയ്യുക. ഒമേഗ ഡിക്രീസസ്. ഓക്കെ, ദെൻ അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എന്താണ്? കൈ അടുത്തേക്ക് വെക്കുന്ന സമയത്ത് എന്താണ്? ഐ കുറയും. ഐ ഡിക്രീസസ് ആൻഡ് ഒമേഗ ഇൻക്രീസസ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം എന്താണ്? ഡൈവേഴ്സ്, വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്താണ്? വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ശരീരം എന്താക്കുന്നുണ്ട്? നിവർത്തി പിടിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ എന്താണ്? വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരീരം നല്ലോണം കൈയും കാലും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് അവരുടെ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുകയും അതേപോലെ തന്നെ ഒമേഗ കുറയുകയും ചെയ്യും. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്കത്തിന്റെ സ്പീഡാണ്. സോ കറക്കത്തിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് an equation for kinetic energy of a rotating body. ഒരു റൊട്ടേറ്റിംഗ് ബോഡിന്റെ കൈനറ്റിക് എനർജി കാണാനാണ് നമ്മൾ എന്താക്കുന്നത്? പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, സോ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആവുന്ന സമയത്ത് വി ഹാവ് വി ഈസ് ഈക്വൽ എന്താണ്? ആർ ഒമേഗ ആണ്. ഓക്കെ, ഒമേഗ ക്രോസ് ആർ എന്നാണ് ഇതിന്റെ വെക്ടർ ഇക്വേഷൻ. പക്ഷേ സ്കേലാർ ഇക്വേഷൻ ആർ ഒമേഗ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് വരും നോക്കിക്കേ? ഹാഫ് എം ഇൻറ്റു വെലോസിറ്റിക്ക് പകരം ആർ ഒമേഗ, വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും. സോ ഹാഫ് എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ബട്ട് ഹാഫ് പോട്ടെ, ഹാഫ് വേണ്ട. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഇവിടെ നോക്കിയേ, എം ആർ സ്ക്വയർ മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റേഡിയസിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആണ്. ഓക്കെ, സോ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഭാഗം എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള രീതിയിൽ പോയി. സോ ഹാഫ് ഐ ഇൻറ്റു എന്ത് വരും? ഒമേഗ സ്ക്വയർ എന്ന് വരും. അതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? സോറി, ഐ അല്ല, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആണല്ലോ കാണാൻ പറഞ്ഞത്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരിക. അല്ലാതെ എന്താണ്, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നോക്കിയ സമയത്ത് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അടുത്ത ദിവസം ചോദിക്കാൻ പോകുന്നതിൽ ഒരു 90-95% ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസും റൊട്ടേഷൻ മോഷൻ ഉള്ള 90-95% ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നുണ്ടാവും എന്നുള്ളത് ഷുവർ ആണ്. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എന്താക്കുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ, ബൈ.